Hi, Shine Kumar, business coach, consultant, sales and marketing for 30 years in corporates ആൻഡ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം നോർമലി എംപ്ലോയീസിന് കിട്ടുന്നില്ലെന്നുള്ളതാണ്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നോർമലി 3 തരത്തിലുള്ള വഴികളാണുള്ളത്. ഒന്ന്, അതായത് മിന്നിഫൈ ആക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ, അതിൽ ലോകം കീഴടക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എഡ്യൂക്കേറ്റേഴ്സ്, എൻ്റർടൈനേഴ്സ് ആൻഡ് സ്റ്റോറി ടെല്ലേഴ്സ്. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്കാർ, എന്നെപ്പോലെ ബിസിനസ് കോച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു, പഠിപ്പിക്കുന്ന ആൾക്കാർ. എൻ്റർടൈനേഴ്സ് നിങ്ങൾക്കറിയാം, നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ അല്ലെങ്കിൽ ദിലീപ്, ഇങ്ങനെയുള്ളവരാണ് എൻ്റർടൈനേഴ്സ്. അതായത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന, അത് മീഡിയ ഏതായാലും, അത് TV മീഡിയ ആകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആകാം. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എൻ്റർടൈനേഴ്സാണ്. പിന്നെയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന സ്റ്റോറി ടെല്ലിംഗ്. അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ. അന്നേരം ഈ സ്റ്റോറി എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ദീപേന്ദ്ര ഗോയൽ, സൊമാറ്റോയുടെ CEO, ഒരു ആഡ് കൊടുത്തു. ആഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഹീ നീഡ്സ് എ സെയിൽസ് ഹെഡ്. പുള്ളിക്കൊരു സെയിൽസ് ഹെഡിന് ആവശ്യമുണ്ട്. പക്ഷേ സെയിൽസ് ഹെഡിൻ്റെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അയാൾ നോക്കുന്ന ബേസിക് ക്രൈറ്റീരിയ എന്താ വെച്ചാൽ, പുള്ളി 20 ലക്ഷം രൂപ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, 1 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. അതിനുശേഷം പുള്ളിക്ക് 50 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്ത് അതിശയോക്തികരമായ കാര്യമാണ് ഇത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ ആ പോസ്റ്റ് പ്രസൻറ്റ് ചെയ്യാം. ദീപേന്ദ്ര ഗോയൽ പറഞ്ഞതാണ്. 20 lakh rupees പുള്ളി നമ്മൾ ആസ് എ എംപ്ലോയി കമ്പനിക്ക് അടയ്ക്കുകയും 1 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യണം. പുള്ളിയുടെ കൂടെ, ആരോടെ? ദീപേന്ദ്ര ഗോയലിൻ്റെ കൂടെ. ഇൻ്റർനെറ്റിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് 18,000 പേരാണ് അപ്ലൈ ചെയ്തത്. 18,000 people has applied for that job. അത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുമല്ലോ, ജോലിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്നില്ല എന്നുള്ളത്. അന്നേരം എന്തുകൊണ്ടാണ് ആ 20 ലക്ഷം രൂപ കമ്പനിക്ക് അടച്ചിട്ട് ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ 1 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് കൂടി 18,000 പേര് വന്നതിനെ പറ്റിയിട്ട് പഠിച്ചപ്പം ഈസ് ഓൾ അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ്. ബിക്കോസ് അവിടെ ഫ്രീഡം ടു ദി കോറാണ്. വിദ്യാഭ്യാസം വലിയ ചലഞ്ചിങ് ഉള്ളതല്ല, പക്ഷേ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സാണ് വർക്ക് ചെയ്യുന്നത്. സിമിലർലി ഗൂഗിളിനകത്തും ദേ ആർ ലുക്കിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ആൻഡ് നോളജ്. അവർ അതിൻ്റെ അകത്ത് ഗ്രേഡല്ല നോക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഡിഫറൻസിയേഷൻ ഓഫ് ഓൾ ദീസ് ന്യൂ ജനറേഷൻ കമ്പനീസ് ആർ ഇതൊക്കെയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അവർ മെഷർ ചെയ്യുന്നത്. നിങ്ങളുടെ മനോഭാവം ടു ദി ജോബാണ് നോക്കുന്നത്. പിന്നെ സ്കില്ലുണ്ടോ, ഈ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. പിന്നെ നോളജ് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ആറ്റിറ്റ്യൂഡും സ്കില്ലും നിങ്ങളുടെ ഉള്ളിലുള്ളതും നോളജ് നിങ്ങൾ സ്വയത്തം ആക്കേണ്ടതുമാണ്. അന്നേരം ഗോയിങ് ഫോർവേഡ് നിങ്ങളുടെ കുട്ടികളിൽ ആസ്ക് ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അതിൽ നിങ്ങൾ കുട്ടികളെ അന്വേഷിക്കുമ്പോൾ ആസ്കുള്ള കുട്ടികളെ എടുക്കുക, അല്ലാതെ ഗ്രേഡ് നോക്കിയിട്ടല്ല എടുക്കേണ്ടത്. ഗ്രേഡ് ഉള്ളവൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഒരിക്കലും ഉണ്ടാവില്ല, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, മനോഭാവം ഉണ്ടാവില്ല, സ്കില്ലുണ്ടാവില്ല. സോ നോളജിൻ്റെ പുറകെ പോകാതെ ആസ്കിൻ്റെയും സ്കില്ലിൻ്റെയും പുറകെ പോയി നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റി, നല്ലൊരു ഡ്രീം ഓൺടർപ്രണർ ആവട്ടെ എന്നും അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് കൺസൾട്ടിംഗ് എന്നും കൂടെ ഉറപ്പ് വന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ഷൈൻ കുമാർ.